السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا أدركنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഖാജ റളിയല്ലാഹു അൻഹു അജ്മീറിൽ കഴിയുമ്പോൾ രാജാവിന്റെ മകൻ വളരെ ക്രൂരമായ ഒരു ചെയ്തി ഒപ്പിച്ചു. തൂക്കിലേറ്റാവുന്ന ശിക്ഷ എന്തുകൊണ്ടും നിർബന്ധമാക്കുന്ന കാര്യമാണ് അവൻ ചെയ്തൊപ്പിച്ചത്. എന്നാൽ അവൻ അതു നാട്ടിലെ വളരെ പാവപ്പെട്ട ഒരു യതീമായ മുസ്ലിം ചെറുപ്പക്കാരന്റെ മേൽ വലിച്ചിട്ടു. അവനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയും കേസ് ന്യായാധിപന്മാരുടെ അടുത്തെത്തി. അവർ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ തൂക്കിലേറ്റാൻ വേണ്ടി വിധിച്ചു. പരമാവധി ആ ചെറുപ്പക്കാരൻ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ നിഷ്കളങ്കനാണ് എന്ന് വലിയ വായിൽ തന്നെ പറഞ്ഞു നോക്കിയെങ്കിലും അയാൾക്ക് തൂക്കുമരത്തിൽ വധിക്കപ്പെടലാണ് ശിക്ഷിക്കപ്പെട്ടത്. കഥ കേട്ടുകൊണ്ട് പാവപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ നൊന്തുപെറ്റ ഉമ്മ ഓടിയെത്തി. വന്നു നോക്കുമ്പോൾ ആ തൻ്റെ പ്രിയപ്പെട്ട മകന്റെ പ്രജ്ഞയറ്റു കിടക്കുന്ന ശരീരമാണ് ആ മാതാവിന് കാണാൻ കഴിയുന്നത്. ആ മാതാവ് അതിശക്തമായി കരഞ്ഞു നോക്കി. ആ കരച്ചില് നിലവിളിയായി മാറി. രാജാവിന്റെ കൊട്ടാര സേവകർ ഉമ്മക്കരികിൽ പരിഹാസത്തിന്റെ സംസാരങ്ങൾ കലർത്തിയാടി. നിങ്ങളിലെ ഒരാളില്ലേ, നിങ്ങൾ വലിയ ഹോജയായി വിശ്വസിക്കുന്ന അയാളോട് ചെന്ന് പറ. ഹാജയെ പറ്റിയാണ് അവരിങ്ങനെ കളിയാക്കി പറഞ്ഞത്. അദ്ദേഹം നിന്റെ മകനെ ജീവിപ്പിച്ചു തരും, ചെല്ല് പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കാൻ തുടങ്ങി. ഹാജയെ കളിയാക്കാൻ അവർ ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ഉമ്മ ഇത് ഒരു യാഥാർത്ഥ്യമായിട്ടാണ് കണ്ടത്. ഹാജ എത്രയോ പ്രയാസപ്പെട്ടെത്തിയവരെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചവരാണ്. വേദന നിറഞ്ഞ നെഞ്ചുകളിൽ ശാന്തിയുടെ ശമനമന്ത്രങ്ങൾ ചൊരിഞ്ഞ് വിഷമങ്ങളെ വിസ്മരിക്കാൻ ഉപദേശം നൽകി പറഞ്ഞയച്ചവരാണ് ഹാജ തങ്ങൾ. അങ്ങനെ പല ആശ്വാസ കാരണങ്ങളുടെയും സുൽത്താനാണ് ഹാജ. അവിടെ പോയി തന്റെ വൈഷമ്യം വിശദീകരിക്കാൻ മാതാവ് ഹാജക്കരികിലേക്ക് ഓടി കരഞ്ഞു നിലവിളിച്ച് മകൻ നഷ്ടപ്പെട്ട മഹാവേദനയാൽ ആ മാതൃ സ്നേഹത്തിന്റെ താങ്ങാ ചുമടുമായി ഹാജിയുടെ ദർബാറിലെത്തിയവരെ പ്രിയപ്പെട്ട ഹാജാത്തങ്ങൾ സ്വീകരിച്ചു. ആ ഉമ്മ പറഞ്ഞൊപ്പിച്ചു, എന്റെ മകനെ അവർ കൊന്നു. വിങ്ങി വിങ്ങിയ മാതാവി എങ്ങനെയോ സംഗതി ഹാജിയോട് വിസ്തരിച്ചപ്പോൾ സുൽത്താൻ അരികിൽ കണ്ണീരടങ്ങാതെയുള്ള മാതാവിന്റെ നിൽപ്പ് കണ്ടപ്പോൾ മഹാന്റെ മനസ്സലിഞ്ഞു. അനുഗ്രഹ ആശ്രയത്തിൽ നിന്ന് ഉമ്മയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് രാജാവിന്റെ കൊട്ടാരത്തേക്ക് ഹാജ നേരിട്ട് ചൊല്ലുകയാണ്. കൊട്ടാര ആസാമിമാർ ഖാജയെ പരിഹസിച്ചു. ചിരിയൊപ്പിച്ച അസഭ്യത്തിന്റെ കാച്ചൽ. ഹാജ അവരെ ശ്രദ്ധിച്ചതേയില്ല. വന്ന കാര്യം സാധിച്ചെടുക്കാൻ മരിച്ചു കിടക്കുന്ന യുവാവിന്റെ ശരീരത്തിനരികിൽ ചെന്ന് എന്നിട്ടൊരു പ്രാർത്ഥന, അല്ലാഹുവേ, ഇതാ ഒരു നിഷ്കളങ്ക മാതാവ് കണ്ണീരൊൽപ്പിക്കുന്നു. അവരുടെ ആകെയുള്ള അത്താണിയായ പുത്രനാണ് രാജാവിന്റെ വാശിയാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നാഥ, നീ സർവാധിപതിയാണ്, സർവശക്തനാണ്, എല്ലാറ്റിനും ത്രാണിയുള്ളവനാണ്. ഈ മാതാവിനോട് നീ കനിയണം, സഹിഷ്ണുത കാണിക്കണം അല്ലാ. കരഞ്ഞു നിന്ന മാതാവും കൂടെ ആഗതരായ ഹാജിയുടെ മുരീദുമാരും പ്രാർത്ഥന കാമിയും പറഞ്ഞു. കയ്യിൽ കരുതിയ വടി ഹാജ പതിയെ മരിച്ചു കിടക്കുന്ന പുത്രന്റെ കഴുത്തിൽ തട്ടിച്ചു പ്രസ്താവിച്ചു, നീ ചെയ്യാത്ത പ്രവൃത്തിക്കുള്ള ശിക്ഷ സ്വീകരിച്ചാണ് വധിക്കപ്പെട്ടതെങ്കിൽ ഉടൻ എഴുന്നേൽക്കുക. അത്ഭുതം, മഹാത്ഭുതം, അതിവിസ്മയം. ജീവൻ പോയ ആ യുവാവത കൺജാലകം തുറക്കുന്നു. അള്ളാഹു ഹാജക്ക് സമ്മാനിച്ച അപാര ശക്തിയാൽ മാതാവിനെ കരച്ചിൽ നിന്നു. കണ്ണീരടങ്ങാതെ സുൽത്താൻ അരികിൽ വന്നണഞ്ഞ ആ ഉമ്മ ഹാജിയോട് നന്ദി പ്രകാശിച്ചു. സന്തോഷ കണ്ണീരാൽ യാത്ര പറഞ്ഞു മടങ്ങി. കൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ പ്രിയപുത്രനും ആ ഉമ്മയുടെ കൂടെ മടങ്ങുകയാണ്. ഇത് കണ്ടു നിന്ന നിരവധി ആളുകൾ അത്ഭുതപ്പെട്ടെന്ന് മാത്രമല്ല, അവിടെ നിന്ന് തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന
കലിമത്തു ഷഹാദ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവര് ഇസ്ലാമിന്റെ സുന്ദരമായ സ്നേഹത്തിന്റെ മലർവാടിയിലേക്ക് കടന്നു വന്ന സന്തോഷദായകമായ കാഴ്ച വളരെ ആനന്ദദായകമായിരുന്നു. അല്ലാഹു മഹാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.